നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും പ്രത്യാശയുടെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കടവല്ലൂരിൽ CPIMന്റെ സ്തൂപം തകർത്ത നിലയിൽ. പെരുമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ച് പൂയംകുളം റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച സ്തൂപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തകർത്തത്. പ്രദേശത്തെ ലഹരി മാഫിയയാണ് സ്തൂപം തകർത്തതിന് പിന്നിലെന്ന് CPIM. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കീഴക്കൂട്ട് ശരത്തിന്റെ മാതാവ് ശോഭനയാണ് ഞായറാഴ്ച രാവിലെ മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് ഹൃദയാഘാതം മൂലം മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. വിശദമായ വാർത്തയിലേക്ക്. കടവല്ലൂരിൽ CPIMന്റെ സ്തൂപം തകർത്ത നിലയിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പെരുമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ച് പൂയംകുളം റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച സ്തൂപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തകർത്തത്. CPIMന്റെ നേതൃത്വത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന്റെ വിരോധത്തിൽ പ്രദേശത്തെ ലഹരി മാഫിയയാണ് സ്തൂപം തകർത്തതിന് പിന്നിലെന്ന് നേതൃത്വം ആരോപിച്ചു. ലഹരി സംഘങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിരോധിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സ്തൂപം തകർത്ത സംഭവത്തിൽ സൗത്ത് ലോക്കൽ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KA അസീസ്, ബ്രാഞ്ച് സെക്രട്ടറി നസീർ, ആൽത്തറ ബ്രാഞ്ച് സെക്രട്ടറി VA അജിത് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ലഹരി സംഘങ്ങൾക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ദീപം തെളിയിക്കലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നിരുന്നു. മയക്കുമരുന്ന് മാഫിയക്കെതിരായിക്കൊണ്ട് പെരുമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ച് മിനിഞ്ഞാന്ന് നടത്തിയ സംഘാടക സമിതി രൂപീകരണവും അതിനെതിരായിട്ടുള്ള ജാഗ്രതാ സദസ്സും ഈ നാട്ടിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന കഞ്ചാവ് മാഫിയും മയക്കുമരുന്ന് മാഫിയക്കും വലിയ തരത്തിലുള്ള ഈർഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരിന്ന് CPIMന്റെ ഇന്നലെ പുലർച്ചയോടുകൂടി CPIMന്റെ ഈ സ്തൂപം നശിപ്പിച്ചിട്ടുള്ളത്. അത് തങ്ങൾക്കെതിരായിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തി CPIM രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള വെപ്രാളാണ് അവർ കാട്ടിയിട്ടുള്ളത്. ഇതിനെതിരായിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 ദിവസം നീണ്ട നോമ്പ് പൂർത്തിയാക്കി വിശ്വാസികൾ ലോകരക്ഷകന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ആഘോഷമാക്കുകയാണ്. മാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായ ദൈവപുത്രന്റെ ഉത്ഥാനത്തിന് മുന്നോടിയായി ശനിയാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കാൽവരി മലയിലെ കുരിശിൽ മരിച്ച ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ശുഭകരമായ ഒരു ഉയിർപ്പുണ്ടെന്ന വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്തു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിനുള്ള രക്ഷ പ്രദാനം ചെയ്തു എന്നാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി നടത്തിയ സംഗീത സന്ധ്യ ശ്രദ്ധേയമായി. കുന്നംകുളം YMCA ഓഡിറ്റോറിയത്തിലായിരുന്നു വിശുദ്ധയാത്ര എന്ന ശീർഷകത്തിൽ സംഗീത സായാഹ്നം ഒരുക്കിയത്. ഓശാന മുതൽ ഉയിർപ്പ് ഞായർ വരെയുള്ള വിശുദ്ധ വാരത്തിലെ സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് കുന്നംകുളം YMCയുടെ ആഭിമുഖ്യത്തിൽ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ അനുതാപത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമേകി സംഗീത വിരുന്ന് ഒരുക്കിയത്. ഗോൽഗോഥ മലയിൽ തീർത്ത ബലിയിലൂടെ മാനവകുലത്തിന്റെ പാപവിമോചനം സാധ്യമാക്കിയ ദൈവപുത്രന്റെ സ്മരണകളോട് ഏകീഭവിച്ച് ഗായക സംഘം അതിമനോഹരമായി വിശുദ്ധവാരത്തിന്റെ സന്ദേശങ്ങൾ നിറയുന്ന ഗാനങ്ങൾ ആലപിച്ചു.
വേദിയും സദസ്സും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഒന്നായപ്പോൾ വിശുദ്ധ സംഗീതയാത്ര അവിസ്മരണീയ അനുഭവമായി. കുന്നംകുളത്തെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഗായകരെ ഏകോപിച്ചുകൊണ്ടുള്ള YMCA കൊയർ ടീമും ചിറളയം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊയർ ടീമുമാണ് ഗാനങ്ങൾ ആലപിച്ചത്. കുന്നംകുളം മാർത്താറ്റ് മാർത്തോമാ സിറിയൻ പള്ളി വികാരി റവറൻ കോശി കുര്യൻ പ്രബോധനം നിർവഹിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോ സന്ദേശം നൽകി. YMCA പ്രസിഡന്റ് രഞ്ജൻ മാത്യു, സെക്രട്ടറി ജോജു പാപ്പു, ട്രഷറർ ജോഷി തരകൻ, റിലീജിയസ് കൺവീനർ അബ്രഹാം ലിങ്കൻ, YMCA ഡയറക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ, പുലിയന്നൂർ, മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ മാതാവ് ശോഭനയാണ് ഞായറാഴ്ച രാവിലെ മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം സംഭവിച്ചു മരിച്ചിരുന്നു. കേച്ചേരിയിലുള്ള കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്ന ശരത്ത് ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ശനിയാഴ്ച മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത്. മകന്റെ മരണത്തെ തുടർന്നുള്ള ആഘാതത്തിൽ മസ്തിഷ്കാഘാതം സംഭവിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ ശോഭന തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ മരണത്തിന് കീഴടങ്ങി. ഇവരുടെ ഭർത്താവ് ശശിധരൻ നായരും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. മകൾ ശരണ്യ തനിച്ചായിരിക്കുകയാണ്. മകന്റെയും അമ്മയുടെയും വിയോഗം നാട്ടുകാർക്കും തീരാനോവായി. ജലവിതരണ പൈപ്പ് പൊട്ടി ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. അക്കിക്കാവ് കമ്പിപ്പാലം ചേന്നപുരം റോഡിൽ ക്ഷേത്രത്തിന് പുറകുവശത്താണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ശുദ്ധജലം പാഴാക്കാതെ ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുന്നയൂർ അകലാട് മുന്നേനിയിൽ കഞ്ചാവുമായി 2 പേരെ വടക്കേക്കാട് പോലീസ് പിടികൂടി. മുന്നേനി സ്വദേശികളായ ഫാസിൽ, ഹക്കീം എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7ഓടെ അകലാട് മുന്നേനി അമ്പാലയിൽ ഫാസിലിനെ നാട്ടുകാർ തടഞ്ഞുവെച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇയാളിൽ നിന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ സൈക്കിളിൽ പോകുകയായിരുന്ന ഹക്കീമിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി പിടികൂടിയത്. CPM ചൊവ്വന്നൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KR രബിന്റെ വീട്ടിൽ കയറി ഒരു സംഘം ഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധവുമായി CPM. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസിലെ ചിലരും ലഹരി മാഫിയയിലെ ഗുണ്ടകളുമാണെന്ന് CPM ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കല്ലഴിക്കുന്നിൽ CPM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം NS സുമേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A സജി മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, MV പ്രശാന്ത്, ബ്രാഞ്ച് സെക്രട്ടറി KR രബിൻ എന്നിവർ സംസാരിച്ചു. SFI കടങ്ങോട് ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VA അജീഷ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പാറപ്പുറം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന സമ്മേളനത്തിൽ OS അഭിനവ് അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ UV ഗിരീഷ്, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KM അൻഷാദ്, ഏരിയ സെക്രട്ടറി അജയ് രാജ് അമൽ, ലോക്കൽ സെക്രട്ടറി PS സൂരജ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായി സൂരജ് PS സെക്രട്ടറി, അഭിഷേക് പ്രസിഡന്റ് ഉൾപ്പെടെ 9 അംഗ സെക്രട്ടേറിയറ്റും 17 അംഗ ലോക്കൽ കമ്മിറ്റിയും 15 അംഗ ഏരിയ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. കേരള യൂത്ത് ഫ്രണ്ട് M കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KM മാണി കർഷക സമൃദ്ധി പദ്ധതി പ്രകാരം പച്ചക്കറി വിളവെടുപ്പ് നടത്തി. യുവകർഷകൻ ബജീഷിന്റെ നേതൃത്വത്തിലാണ് കിടങ്ങൂർ പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തിയത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ നിർവഹിച്ചു. KB ബജീഷ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സാംസൺ ചിരിയങ്കണ്ടത്ത്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ രാജു, VK സുമൻ, PS റെജി, MV വിൽസൺ, യേശുദാസ് ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. കർഷകരായ ബാലകൃഷ്ണൻ, KC സുബ്രഹ്മണ്യൻ, KK ബാലകൃഷ്ണൻ, കുഴിപ്പറമ്പിൽ രവി എന്നിവർ സംബന്ധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശ്വാസികൾ ഈസ്റ്റർ ഞായറാഴ്ച കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി.
ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഏപ്രിൽ 16 നൽകിയ ഉത്തരവ് പ്രകാരം പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങി 3 ദിവസങ്ങളിൽ 650ഓളം വരുന്ന വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയതായി യാക്കോബായ വിഭാഗം പറയുന്നു. ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം ഞായറാഴ്ച പുലർച്ചെ എല്ലാ വിശ്വാസികളും ചേർന്ന് മാതൃദേവാലയത്തിലേക്ക് എത്തി പ്രധാന കവാടം മറുവിഭാഗം പള്ളിക്കകത്തു നിന്നും പൂട്ടിട്ടടച്ചതിനാൽ സമീപത്തുള്ള ചെറിയ കവാടത്തിലൂടെയാണ് സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങിയതെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു. സംഘർഷ സാധ്യത പരിഗണിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരും ചാലിശ്ശേരി പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ അപകടം പതിവാകുന്നതായി പരാതി. കേച്ചേരി ജംഗ്ഷനിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലേക്ക് തിരിഞ്ഞ് സിറ്റി സെന്റർ ഓഡിറ്റോറിയം എത്തുന്നതുവരെയുള്ള ഭാഗം ഉയർത്തി ടൈൽ വിരിച്ചിരുന്നു. ഇതിനുശേഷമാണ് അപകടങ്ങൾ പതിവായതെന്നാണ് പറയുന്നത്. ഞായറാഴ്ച രാവിലെ വടക്കാഞ്ചേരി റോഡിലേക്ക് തിരിഞ്ഞ കാർ റോഡിൽ നിന്നും തെന്നി സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് വീണിരുന്നു. യാത്രക്കാർക്ക് പരിക്കോ മറ്റ് അപകടങ്ങളോ ഉണ്ടായില്ലെങ്കിലും വാഹനത്തിന് ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. ഇതോടെ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യത്തിൽ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞമനങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഏപ്രിൽ 22 ആഘോഷിക്കും. 18 രാത്രി 6:30 കൂറയിടൽ ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ഊക്കൻസ് കുഞ്ചു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കിരൺ നാരായണൻകുട്ടി, അമ്പാടി ബാലൻ, പാക്കത്ത് ശ്രീകുട്ടൻ തുടങ്ങിയ ഗജവീരന്മാർ മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 6 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ചൊവ്വല്ലൂർ മോഹനൻ നയിക്കുന്ന മേളം അകമ്പടിയാകും. തുടർന്ന് കാവടി പൂരങ്ങളുടെ വരവ്, തിറ, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവ്, 7:30 കുതിരയെടുക്കൽ, വടക്കൻ വാതിൽ തുറന്ന് പറവെപ്പ്, തായമ്പക, രാത്രി 9 നവോദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ നടപ്പുരമേളം എന്നിവയുണ്ടാകും. തെരുവിൽ കിടന്ന മനാഫിന് തുണയായി വടക്കേക്കാട് ജനമൈത്രി പോലീസ് ഗ്രൂപ്പ് പ്രവർത്തകർ 2 ദിവസമായി ആൽത്തറ സെന്ററിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ മൃതപ്രായനായ യുവാവിനെയാണ് വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസ് ഗ്രൂപ്പ് പ്രവർത്തകർ തുണയായത്. ക്ഷീണിതനായ മനാഫിന് അടിയന്തര ചികിത്സ നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. പിന്നീട് വീട്ടുകാരുടെ വിലാസം കണ്ടെത്തി ഇവരുമായി ആശയവിനിമയം നടത്തിയെങ്കിലും ഏറ്റെടുക്കാൻ വിമുഖത കാട്ടിയതോടെ തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ജനമൈത്രി സംഘം മാറ്റുകയായിരുന്നു. പ്രവർത്തകരായ ഷാലിമാർ മുഹമ്മദ് അലി, ഷെരീഫ് പാണ്ടോത്തയിൽ, ഷംസുദ്ദീൻ ആറ്റുപുറം എന്നിവർ നേതൃത്വം നൽകി. കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിക്കെതിരായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേജർ KP ജോസഫ് കിക്ക് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MM സലീം, സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, കൺവീനർ അക്ബർ അലി വെള്ളറക്കാട്, ഇടം സെക്രട്ടറി KP ജയൻ, K വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന സന്ദേശത്തോടെ വന്നേരി വോളി ലവേഴ്സ് അസോസിയേഷൻ പുന്നയൂർക്കുളം നടത്തിയ ഫ്ലഡ് ലൈറ്റ് അന്തർജില്ലാ വോളിബോൾ ടൂർണമെന്റിൽ യൂത്ത്സ് പുന്നയൂർക്കുളം ജേതാക്കളായി. വന്നേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രി 8 മണി മുതലാണ് വോളിബോൾ ടൂർണമെന്റ് നടത്തിയത്. 8 ടീമുകൾ പങ്കെടുത്ത ആദ്യ ദിന മത്സരത്തിനു ശേഷം രണ്ടാം ദിനം യൂത്ത്സ് പുന്നയൂർക്കുളവും ചങ്സ് വടക്കാഞ്ചേരിയും ആദ്യ സെമിയിൽ ഏറ്റുമുട്ടി. രണ്ടാം സെമിയിൽ JCC ചാലിശ്ശേരിയും ഫിറ്റ്വെൽ പൊന്നാനിയുമായിരുന്നു മത്സരിച്ചത്. യൂത്ത്സ് പുന്നയൂർക്കുളം വിജയികളായപ്പോൾ ഫിറ്റ്വെൽ പൊന്നാനി റണ്ണറപ്പ് കരസ്ഥമാക്കി. മൂത്തേടത്ത് മുഹമ്മദ്, PP ബാബു, EK അബൂബക്കർ തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു. വിജയികളായവർക്ക് 12,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 7,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ സമ്മാനിച്ചു.
50 വയസ്സിന് മുകളിലുള്ളവരുടെ സൗഹൃദ മത്സരത്തിൽ UFSC അന്നമനടയും യൂത്ത് പുനൂർ ക്ലബ്ബും പോരിനിറങ്ങിയപ്പോൾ UFSC അന്നമനട വിജയിച്ചു. ഹരി, പ്രേംജിത്ത്, ഗോപി, റിയാസ്, ഫാരിഖ് തുടങ്ങിയവർ മത്സരം നിയന്ത്രിച്ചു. നിരോധിത ലഹരിക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ മെയ് 4-ന് അക്കിക്കാവ് കടവല്ലൂർ CPIM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കരിക്കാട് സെന്ററിൽ ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പത്മം വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK മുരളി, ഷെബീർ, ഷിനോസ് തുടങ്ങിയവർ സംസാരിച്ചു. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിലെ 143-ാം സംയുക്ത തിരുനാളിന് കൊടിയേറി. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. മാർ റാഫേൽ തട്ടിൽ, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാളിനോടനുബന്ധിച്ച് അമ്പ്, വള, എഴുന്നള്ളിപ്പുകൾ, വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ ജോസ് വടക്കൻ, കൈക്കാരന്മാരായ ഡേവിസ് AP, TP സണ്ണി എന്നിവർ നേതൃത്വം നൽകും. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഗീവർഗീസിന്റെയും സെബസ്ത്യാനോസിന്റെയും 107-ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. പുലർച്ചെ നടന്ന ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റം കർമ്മം നിർവഹിച്ചു. വിവിധ യൂണിറ്റുകളിലേക്കുള്ള കൊടികൾ വിതരണം ചെയ്തു. തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, യൂണിറ്റ് കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, ഔസേപ്പ് മണ്ടുബാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 20, 21, 22 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉയിർപ്പ് ഞായർ തിരുകർമ്മങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്കും മറ്റ് തിരുകർമ്മങ്ങൾക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ഫ്രാൻസിസ് ആശ്രമം സുപ്പീരിയർ ഫാദർ അഗസ്റ്റിൻ TOR, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മാനുവൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് CLC പാലയൂർ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കി പ്രദക്ഷിണവുമുണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ശേഷം 50 നോമ്പിന്റെ സമാപനം കുറിച്ച് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കൂട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാഗയിൽ, റവറൻ സിസ്റ്റർ ടെസ്ലിൻ SABS, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ, PRO ജെഫിൻ ജോണി, ലോറൻസ്, സിമി ഫ്രാൻസിസ്, പാലയൂർ മഹാശ്ലീഹ മീഡിയ ടീം എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉയിർപ്പ് പ്രഖ്യാപനത്തിനും പ്രദക്ഷിണത്തിലും സ്ലീബ വന്ദനവ് ശുശ്രൂഷയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക ട്രസ്റ്റി ഷാജു PV, ഇടവക സെക്രട്ടറി ബിനു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉയിർപ്പ് പ്രഖ്യാപനവും ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകളും തുടർന്ന് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ മാത്യൂസ് K ബർസോമ, ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ എന്നിവർ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പള്ളി സെക്രട്ടറി CK ബാബു, കൈക്കാരൻ TI ഉല്ലാസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ സഹവികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷയും സ്ലീബാഘോഷവും പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പള്ളിയിൽ വന്ന എല്ലാ വിശ്വാസികൾക്കും ഈസ്റ്റർ എഗ് നൽകി. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. സഹവികാരി ഫാദർ സജയ് ജോസ്, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി സിഞ്ചു സജിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഈസ്റ്റർ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്കു സമീപത്തെ ജോർജിയൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച വിശുദ്ധ കുർബാന ഉയിർപ്പിന്റെ ശുശ്രൂഷകൾക്കു ശേഷം പള്ളിയിലെത്തി ദിവ്യബലിയോടെ സമാപിച്ചു. CLC അംഗങ്ങളൊരുക്കിയ ഈസ്റ്റർ എഗ് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ വർഗീസ് നിലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, ഔസേപ്പ് മണ്ടുമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഉയിർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ മെൽവിൻ ചൊവ്വല്ലൂർ സന്ദേശം നൽകി. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഫ്ലാഷ് മോബും, സാൻതോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നോമ്പ് സമാപനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ഉയിർപ്പിന്റെ സന്ദേശം നൽകി.
ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കാരം നടത്തി. ഈസ്റ്റർ എഗ് ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉയർത്ത് പ്രഖ്യാപനം നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളേന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹായുടെ 4 ദിക്കുകളിലേക്ക് പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും അവധുമാലാഖയും നടത്തി. പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഉയർപ്പ് സന്ദേശവും ഈസ്റ്റർ ആശംസകളും നേർന്നു. സ്ലീബ വണക്കത്തിന് ശേഷം പള്ളിയിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സമാധാനം കൈമാറിയത് ഉയർപ്പ് പെരുന്നാളിന്റെ സ്നേഹസമ്മാനമായി. നിരവധി വിശ്വാസികൾ ഉയർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ഫാദർ വിബിൻഡോ ചിറയത്ത് എന്നിവർ സഹകാർമ്മികരായി. യേശുവിന്റെ ഉയിർപ്പിന്റെ തിരുസ്വരൂപം വഹിച്ച് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ദേവാലയത്തിലെത്തി. തുടർന്ന് ദിവ്യബലിക്ക് ശേഷം ഉയർപ്പിന്റെ രൂപം തൊട്ടുവണങ്ങൽ, CLC അംഗങ്ങൾ ഒരുക്കിയ ഈസ്റ്റർ എഗ് വിതരണവും നടന്നു. കൈക്കാരന്മാരായ പോളി KP, സെബി താണിക്കൽ, ബാബു VK, CK ഡേവിസ്, PRO ജോബ് C ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ മെൽവിൻ ചുവല്ലൂർ സന്ദേശം നൽകി. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഫ്ലാഷ് മോബും, സെന്റ് തോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നോമ്പ് സമാപനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. 12 മണിയോടെ യേശുവിന്റെ തിരുസ്വരൂപം വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി തിരശീല നീക്കി കൈകളിലേന്തി പള്ളിക്ക് മുൻവശത്തേക്ക് പ്രദക്ഷിണം നടത്തി. ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ പാതിരാ കുർബാനയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്കിടെ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായിരുന്നു. തുടർന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. വിശ്വാസികൾക്കായി ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. ഈസ്റ്റർ പാതിരാ കുർബാനയ്ക്ക് ദീപിക റെസിഡൻസ് മാനേജർ ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ ഇഗ്നേഷ്യസ് തട്ടിൽ, PJ വിൽസൺ, CJ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാത്രി 11:30 തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. തുടർന്ന് യുവജനങ്ങളൊരുക്കിയ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായി. തിരുകർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും തുടർന്നു നടന്ന സ്നേഹവിരുന്നിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവകയിൽ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡീപോൾ സംഘടനയുടെ സുവർണ ജൂബിലി സ്മരണിക കൺവീനർ ജോഷി മോഹൻ നൽകി. ഡയറക്ടർ ഫാദർ സെബി ചിറ്റാട്ടുകര പ്രകാശനം ചെയ്തു. PI ലാസർ, MF നിജോ, സെബു തരകൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങുകൾക്ക് ക്ലേലിയ കോൺവെന്റ് മദർ സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, സോജൻ മെലിട്ട്, OJ പ്രിൻസ്, ക്രിസ്റ്റഫർ ജോസഫ്, VV ജോസ്, ബിനറ്റ് മറോക്കി, റീന പ്രകാശ്, CG സ്റ്റീഫൻ, സിലജോ സൈമൺ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ പുലർച്ചെ 3:30 ഉയിർപ്പ് ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള റാസയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് സഭാ മേലാധ്യക്ഷൻ സിറിൽ ബാർ ബെസിലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രോപൊലിത്ത ഈസ്റ്റർ സന്ദേശം നൽകി. ഫാദർ വർഗീസ് വാഴപ്പിള്ളി, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, ഡീക്കൻ ആരോൺ തോമസ് എന്നിവർ സഹകാർമ്മികരായി. ഇടവക സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉയർപ്പിന്റെ പ്രാർത്ഥനകൾ, സന്ദേശം, ദിവ്യബലി, ഈസ്റ്റർ എഗ് വിതരണം തുടങ്ങിയവ നടന്നു. ഇടവക പ്രധാന ട്രസ്റ്റി വിനു P സൈമൺ, സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, സിസ്റ്റർ ഷാരോൺ CSS, വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പുലർച്ചെ കുർബാന, ഉയർപ്പിന്റെ ശുശ്രൂഷ, പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടായി. ശുശ്രൂഷകൾക്ക് ഫാദർ പീറ്റർ കാക്കശ്ശേരി കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി ഗീവർ K സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ യാമപ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു. ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി നേതൃത്വം നൽകി. രാജൻ മാണിക്കോർ എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും സ്ലീബ ആഘോഷവും തുടർന്ന് വിശുദ്ധ കുർബാനയും സ്ലീബായെ കൊണ്ട് ആശീർവദിക്കലും നോമ്പ് വീടൽ സൗകര്യവും നടത്തി. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി അരുൺ T. രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെയും അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 25 മുതൽ 28 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. തിരുനാളിന്റെ കൊടിയേറ്റം ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾക്കു ശേഷം വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് നിർവഹിച്ചു. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 26, 27, 28 തീയതികളിലായാണ് വിശുദ്ധരായ യൗസേപിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിലെ തിരുകർമ്മങ്ങൾക്കു ശേഷം തിരുനാളാഘോഷത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനത്തിനും കൊടിയേറ്റത്തിനും കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, ജനറൽ കൺവീനർ TD ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ PV റാഫി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 21 മുതൽ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് തിരുനാൾ നവനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടക്കും. തിരുനാൾ ദിനമായ 27 ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യകാർമ്മികനാകും. അവിണിശ്ശേരി ഇടവക വികാരി ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകും. വരടിയം ജീവാലയ ഡയറക്ടർ ഫാദർ ഷെൽബിൻ മാണിക്കത്താൻ സഹകാർമ്മികനാകും. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാളിന് കൊടിയേറി. ഈസ്റ്റർ പാതിര കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 21 മുതൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ശുശ്രൂഷകൾ ഉണ്ടാകും. ഏപ്രിൽ 26 രൂപക്കൂടെഴുന്നള്ളിപ്പും പ്രസുദേന്തി വാഴ്ചയും, 27 തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഊട്ടും വൈകിട്ട് അമ്പവള സമാപനവും നടക്കും. ബാൻഡ് വാദ്യ മത്സരം, തേര് മത്സരം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 28 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഗാനമേളയും ഉണ്ടാകും. തിരുനാളിനെ വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പള്ളി, തിരുനാൾ കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ പുതുഞായർ തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ദിനത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ വിതരണം നടത്തി. തിരുനാൾ പബ്ലിസിറ്റി കൺവീനർ ഷാബു CJ, ജനറൽ കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, ജോയിന്റ് കൺവീനർ മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാളിന്റെ ഭാഗമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൊതിച്ചോർ വിതരണം നടത്തിയത്. CPI ചാവക്കാട് ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗം നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MS സുബിൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ, ജില്ലാ കമ്മിറ്റി അംഗം CV ശ്രീനിവാസൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രാജേശ്വരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ IK ഹൈദരാലി, ഗീതാ രാജൻ, PT പ്രവീൺ പ്രസാദ്, മണ്ഡലം കമ്മിറ്റി അംഗം AM സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ ഇവാനുൽ ഉലും മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മളറത്തുൽ ബദ്രിയ വാർഷികവും മർഹൂം ഹംസ സഖാഫി അനുസ്മരണവും നടത്തി. മഹല്ല് മുദരിസ് താജുദ്ദീൻ അഹ്സനി ഉദ്ഘാടനം നിർവഹിച്ചു. മളറത്തുൽ ബദ്രിയയ്ക്ക് സദർ മുവല്ലിം നഹാസ് നിസാമി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ സയ്യിദ് ഫളിൽ തങ്ങൾ പ്രാർത്ഥന നടത്തി. ചെയർമാൻ ഉബൈദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി ഹാജി, മദ്രസ സെക്രട്ടറി ബഷീർ മോഡേൺ, ബഷീർ മുസ്ലിയർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മദ്രസ വനിതാ വിംഗ് ഹുബ് റസൂൽ സംഘത്തിന്റെ വോളണ്ടിയർ പ്രവർത്തനം പരിപാടിയിൽ ശ്രദ്ധേയമായി. മഹല്ല് സെക്രട്ടറി മൊയ്തുട്ടി ഹാജി, മദ്രസ പ്രസിഡന്റ് മാമുട്ടി ഹാജി, എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ, മദ്രസ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം. ഗുരുവായൂർ നന്ദനം ഹോംസിൽ തങ്ക നിര്യാതയായി 89 വയസ്സായിരുന്നു.
സംസ്കാരം തിങ്കളാഴ്ച രാവിലെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ കൃഷ്ണൻകുട്ടി ഭർത്താവും സത്യൻ സന്തോഷ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കാണിയമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ ചുങ്കത്ത് പരേതനായ ഡേവിഡ് ഭാര്യ സൂസി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. സോളമൻ മകനാണ്. ഒരുമനിയൂർ നോർത്ത് ഉപ്പുങ്ങൽ ദാസൻ നിര്യാതനായി 82 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടക്കും. ശാന്ത ഭാര്യയും ഷാലി, ഷാജി, ഉണ്ണികൃഷ്ണൻ, ശംഭുനാഥൻ, ശ്രീജൻ എന്നിവർ മക്കളുമാണ്. FCI അസിസ്റ്റന്റ് മാനേജർ പട്ടിത്തട മൂലേപ്പാട് കൊള്ളന്നൂർ വീട്ടിൽ ഉക്രു നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30-ന് കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടക്കും. വത്സ ടീച്ചർ ഭാര്യയും ഗീവർ, ലിനോ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടവല്ലൂരിൽ CPIMന്റെ സ്തൂപം തകർത്ത നിലയിൽ. പെരുമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ച് പൂയംകുളം റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച സ്തൂപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തകർത്തത്. പ്രദേശത്തെ ലഹരി മാഫിയയാണ് സ്തൂപം തകർത്തതിന് പിന്നിലെന്ന് CPIM. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ, പുലിയന്നൂർ, മാടശ്ശേരി, കീഴക്കൂട്ട് ശരത്തിന്റെ മാതാവ് ശോഭനയാണ് ഞായറാഴ്ച രാവിലെ മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് ഹൃദയാഘാതം മൂലം മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.